നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം കണ്ടെത്തിക്കൊള്ളൂ. ജീവിതം എല്ലാ സമയവും നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ അവസരങ്ങളുടെ വാതിൽ തുറന്നിട്ട് തരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഭാഗ്യം നിങ്ങളെ മാടി വിളിക്കും എന്നാണോ? നിങ്ങളെ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്നോ? എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ആ ചിന്തയുമായി കാലം കഴിച്ചുകൊള്ളൂ നിങ്ങൾ. ഒന്നും നേടാതെ ഒന്നുമാകാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയും. കൂടെ പ്രാരാബ്ധങ്ങളുടെ ഒരു കെട്ട് മാത്രം ബാക്കിയാക്കി. അങ്ങനെ യാത്രയാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ഇരുന്നു കൊള്ളൂ. ദൈവം അതിൻ്റെ ജോലി ചെയ്തുകൊള്ളും. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പരിശ്രമിക്കാൻ തയ്യാറായി മൈതാനത്ത് ഇറങ്ങിയേ മതിയാകൂ. വിജയം നിങ്ങളുടെ കാൽക്കീഴിൽ എത്തുന്നതുവരെ പോരാട്ടങ്ങളുടെ ഈ മൈതാനം ഉപേക്ഷിച്ച് നിങ്ങൾ പോകരുത്. തോൽവി എന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തോൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. എല്ലാ തോൽവികളും നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു അവസരത്തെ നൽകുന്നുണ്ട്. നിങ്ങൾ ആ അവസരത്തെ കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കാത്തിടത്തോളം തോൽവിക്ക് നിങ്ങളിൽ ഒരു പ്രത്യാഘാതവും സൃഷ്ടിക്കാൻ കഴിയില്ല. തോൽവി എന്നത് ശരിക്കും ഒരു യാചകനാണ്. നിങ്ങൾ അതിന് ഭിക്ഷ നൽകാത്തിടത്തോളം നിങ്ങളുടെ മുന്നിൽ അത് കൈനീട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അതിന് വിജയം എന്ന ഭിക്ഷ നൽകി നോക്കിയേ, പിന്നീട് ഒരിക്കലും അത് നിങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി വരില്ല. എന്നാൽ വിജയം എന്ന ഭിക്ഷ നൽകാനായി നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ രാപ്പകലുകൾ നിങ്ങൾക്ക് അധ്വാനിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറെടുത്തുകൊള്ളുക. ആ മാജിക് നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും.